നമസ്കാരം സാർ. നമസ്കാരം. തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും മേടം ചൂടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. മീനം തന്നെയാണ് മേടം വരാൻ പോകുന്നു. മീനസൂര്യൻ കത്തി ആളിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രചരണ പരിപാടികളിലും പങ്കെടുക്കുന്ന പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ പഞ്ചാഗ്നിയിൽ തന്നെയാണ്. എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത അവസ്ഥയിലേക്ക്. എന്നാൽ ഇത്രത്തോളം തെരഞ്ഞെടുപ്പ് രംഗം അതികഠിനമായി മുന്നോട്ട് പോകുമ്പോഴും അത്ര കണ്ട് ആശാസ്യകരമല്ലാത്ത രീതിയിലുള്ള ചില രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ എല്ലാ മുന്നണികളിലും സംഭവിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് വളരെ നിർണായകമായ ഒരു അഭിമുഖം കൊടുത്തത്. അതിൽ അദ്ദേഹം പറഞ്ഞത്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് LDF ഒരു തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യമായിരുന്നു മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിച്ചത്. വളരെ ബോധപൂർവം ചോദിച്ച ചോദ്യമാണ്. മന്ത്രി വളരെ തഴക്കവും പഴക്കമുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. തികഞ്ഞ മെയ്വഴക്കത്തോടു കൂടി ആ ചോദ്യത്തിൽ നിന്ന് വേണമെങ്കിൽ മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. പക്ഷേ മന്ത്രി ഒഴിഞ്ഞു മാറാതെ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പി രാജീവിൽ നിന്നും അത്രത്തോളം, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വലം കൈ എന്നൊക്കെ വിശേഷിപ്പിക്കുമെന്ന രാജീവിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്, പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മികച്ച സ്ഥാനാർത്ഥി, യോഗ്യരായ സ്ഥാനാർത്ഥി CPM-ൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ കാണുന്നൊരു വൈരുദ്ധ്യം, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. ഇതായിരുന്നു MV ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച വാക്കുപോലെ പലവരും ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് എന്തായാലും നമ്മുടെ മന്ത്രി രാജീവ് അറിയാതിരിക്കില്ലല്ലോ. അങ്ങനെയെങ്കിൽ പിണറായി വിജയനെതിരെ CPM-ൽ നിന്ന് തന്നെ ചില അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ട് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. എന്താണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? രാജീവിൻ്റെ ആ കമൻറ്റിനെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനം CPM-ൽ തീരുമാനിക്കാൻ പോകുന്നതേ ഉള്ളൂ, അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പി രാജീവ് പറയണമെങ്കിൽ കേരളത്തിലെ മൂന്നാമത്തെയോ നാലാമത്തെയോ മന്ത്രി എന്ന് സ്റ്റാറ്റസിൽ പറയാം. ഒന്നാമത് പിണറായി വിജയൻ, രണ്ടാമത് റിയാസ്, മൂന്നാമത് ബാലഗോപാലാകാം, രാജീവാകാം, രാജേഷാകാം, അങ്ങനെ 3-4 പേരുടെ പേരുണ്ട്. പക്ഷെ ഇവിടെ പി രാജീവ് പറഞ്ഞ കമൻറ്റ് സത്യസന്ധമായി പാർട്ടിക്കുള്ളിൽ ജനാധിപത്യ ബോധം വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വാഗതം ചെയ്യണം. പക്ഷേ ഇതങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ജനാധിപത്യ ബോധം ഇല്ലാത്തൊരു പാർട്ടിയിലാണ് പി രാജീവ് ഇങ്ങനൊരു കമൻറ്റ് നടത്തുന്നത്. മുഖ്യമന്ത്രിയെ പാർട്ടി പിന്നീട് തീരുമാനിക്കും. യോഗ്യരായ ആളുകൾ, മികച്ച സ്ഥാനാർത്ഥികൾ CPM-ന് അത് ഇടതുമുന്നണിയിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. യോഗ്യരായവർ ഇഷ്ടം പോലെയുണ്ട്. അതിലൊരാളാണ് പിണറായി. അത്രയും അതിലൊരാളാണ് പിണറായി എന്ന് രാജീവ് ചേർത്തിട്ടില്ല. അതിൽ ഒന്നാന്നുള്ള രീതി പറയുന്നത്. പക്ഷെ ഇതിൽ CPM ഇന്ന് നേരിടുന്ന പ്രതിസന്ധി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതാണ്. ഒന്ന്, അതിൻ്റെ ആന്തരികമായ ഘടനയിൽ വെല്ലുവിളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ ചില അന്തർചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്തർചിത്രങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഘടന പൊള്ളലേറ്റ് അല്ലെങ്കിൽ വിള്ളലേറ്റ് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്ന പോലെ ICU-വിലാണ് ഇടത് ജനാധിപത്യ മുന്നണി എന്ന് സാർ വിശേഷിപ്പിക്കും. നമ്മൾ ഈ ICU-വിൻ്റെ അപ്പുറമൊക്കെ പോയി വെന്റിലേറ്ററിലേക്ക് പോയി. ഇനി വെന്റിലേറ്ററിൽ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വെന്റിലേറ്റർ ഊരിയാലും വെന്റിലേറ്റർ കിടത്തിയാലും ഒന്നും ഹാർട്ട് പിടിക്കുന്ന മാത്രം കാണാത്ത, അതായത് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇടത് മുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി ഇത് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ ഇത് പറഞ്ഞു. അപ്പോൾ ഈ 2-3 തരത്തിലുള്ള റിവോൾട്ട് പാർട്ടിക്കകത്തുണ്ടാകുന്നുണ്ട്. ഒന്ന്, അധികാര സ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഉദാഹരണം, PK ശശിയൊന്നും ആശയപരമായ റിവോൾട്ട് ഉയർത്തിയിട്ടില്ല. അങ്ങോട്ട് അപ്പുറം മാറി TK ഗോവിന്ദൻ പാർട്ടിക്കകത്ത് എടുത്ത ചില നയപരമായ തീരുമാനങ്ങൾ മാത്രം. അവിടെ തളിപ്പറമ്പിൽ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ തീരുമാനം. പക്ഷെ അങ്ങോട്ട് മാറി കുഞ്ഞികൃഷ്ണൻ കുറേ കൂടെ പാർട്ടിയുടെ സാമ്പത്തികമായ അച്ചടക്കത്തെ
ചോദ്യം ചെയ്ത്, അല്ലെ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ, അല്ലെ സാമ്പത്തികമായ കൊള്ളയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ നിലപാടെടുത്തത്. സാർ ഒന്ന് ഇടപെട്ടോട്ടെ, അത് വെറും ഒരു സാമ്പത്തികമായ ക്രമക്കേടല്ല കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. രക്തസാക്ഷി ഫണ്ട് തിരിമറി ചെയ്ത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാറൽ മാർക്സിനെയൊക്കെ പോലെ തന്നെ അത്രത്തോളം തന്നെ ഒരു ലെവലിൽ കണ്ട് അവർ രക്തസാക്ഷികളെ അവർ അത്തരത്തിൽ ആദരിക്കുന്നുണ്ട്. അപ്പോൾ ആ രക്തസാക്ഷികളുടെ കുടുംബത്തിന് വേണ്ടി സ്വരൂപിക്കുന്ന ഫണ്ടുകൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണത്. അല്ലെങ്കിൽ വലിയൊരു പാർട്ടി ചെയ്യുന്ന ഈ സമര പോരാട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ആളുകൾക്ക് വേണ്ടി പാർട്ടി ചെയ്യുന്ന ഒരു വലിയൊരു സഹായമാണത്. അതിൽ നിന്ന് വരെ ഫണ്ട് അടിച്ചു മാറ്റും എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ പെരുമാറിയെന്നുള്ള അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന് ആലപ്പുഴയിലേക്ക് വരുമ്പോഴേ സുധാകരൻ ഉയർത്തിയ പ്രശ്നങ്ങളിൽ നിന്ന് പിന്നെ സുധാകരൻ അതിൻ്റെ തിയററ്റിക്കൽ ബേസ്, അക്കാഡമിക് ബേസിനെയാണ് CPM ഇവിടെ പിന്തുടരുന്ന അക്കാഡമിക് ബേസിൻ്റെ പൊള്ളത്തരമാണ് സുധാകരൻ തുറന്നത്. എടുത്തു പറഞ്ഞല്ലോ, ചില പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ ബൗദ്ധികമായ അറിവുകേട് തന്നെയാണ് ഇന്ന് ഈ പാർട്ടിയെ ഈ കാണുന്ന തരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. അപ്പോൾ ഈ 4-5 പേർ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവരും കൂടെ ടോട്ടാലിറ്റിയിൽ എടുക്കുമ്പോൾ ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാനോ ഇതിനൊരു മറുപടി പറയാനോ ഐഷ പോറ്റിയെ പോലുള്ള ആളുകളുടെ പിന്മാറ്റം, ഐഷ പോറ്റിയൊക്കെ അതിന് മുമ്പ് തന്നെ അത് അവഗണന, വ്യക്തിപരം അനുഭവിച്ച അവഗണനയും അതിന് മറുപടി ഇല്ലാതെ വന്നതാണ് ഐഷ പോറ്റിയുടെ പ്രശ്നം. ഇത് മാറി ഇപ്പോൾ ഈ ഇത്രയും പേര് ഐഷ പോറ്റിയാണെങ്കിലും ഇങ്ങനെയുള്ളവർ മാറി നിൽക്കുമ്പോൾ പിന്നെ BJPയിലേക്ക് പോയ രാമേന്ദ്രനെ പോലുള്ളവരുണ്ട്, രാജേന്ദ്രനെ, അവിടെ നമുക്ക് കമ്മിറ്റിനെ കുറിച്ച് പറയാൻ പോകണ്ട. എന്നാൽ പോലും എല്ലാ തരത്തിലും സംഘടനാപരമായി സാമ്പത്തികമായി അതിൻ്റെ സോഷ്യൽ റിലേഷൻസിനെ കുറിച്ച് ഇത്തരം ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഒരേ സമയം ഉയർന്നു വരികയാണ്. അപ്പോൾ സംഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അധികാര സ്ഥാനങ്ങൾ ഇപ്പോഴും പങ്കുവെച്ചുകൊണ്ട് ചർച്ചകൾ ഉയർത്താൻ ശ്രമിക്കുന്ന ആൾ ഒന്ന് P. രാജീവാണ്. പിന്നാലെ ഇപ്പോൾ ഞാൻ കണക്കൂട്ടുന്നത് ശരിയാണെങ്കിൽ രാജീവിൻ്റെ പാതയിൽ മറ്റൊരാളുണ്ട്. അത് നാളെ മറ്റന്നാളായിട്ട് മീഡിയ വരും. നമ്മുടെ സജി ചെറിയാൻ. സജി ചെറിയാൻ അങ്ങേരുടെ ഏറ്റവും വിശ്വസ്തനാണ്. സജി ചെറിയാൻ്റെ നിയോജകമണ്ഡലത്തിൽ ഇതുവരെ പിണറായി വിജയൻ്റെ ഒരു പോസ്റ്റർ, ഇത്രയും വലിയ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് സർക്കാർ ഇത്രയും വില കൊടുത്ത് അടിച്ചു വെച്ചിട്ട് ആ നിയോജകമണ്ഡലത്തിൽ ആ പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. ചീഫ് മിനിസ്റ്ററുടെ പടമില്ലാത്ത പോസ്റ്റർ മാത്രമാണ് സജി ചെറിയാൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി. മാത്രമല്ല പിണറായി വിജയൻ ചുറ്റുവട്ടത്തുള്ള അതിരും അല്ല തിരുവല്ല തുടങ്ങിയ നിയോജകമണ്ഡലങ്ങളിൽ പ്രസംഗിക്കാൻ കൺവെൻഷൻ എത്തി, അവിടെ കൺവെൻഷൻ എത്തി, ഇവിടെ എത്തുന്നില്ല. സാർ ഇവിടെ സാർ പറഞ്ഞു വരുന്നത് ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ ഉയർത്തി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇനി ഇടതുപക്ഷത്തിൻ്റെ സമുദ്ധാരകൻ 2026 പിണറായി വിജയനാണ് എന്നുള്ള ഒരു വിവരം പൊതുജനങ്ങൾക്ക് മുന്നിൽ പറയാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലേ ചുരുങ്ങിയ പക്ഷം തങ്ങൾക്കെങ്കിലും രക്ഷയുള്ളൂ എന്ന രീതിയിലാണോ? താങ്കൾ ആ ചൂണ്ടിക്കാണിച്ചാണ് യഥാർത്ഥ പ്രശ്നം. ഇവരിൽ പലരും തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായി വിജയനുമായിട്ട് സ്പർശിച്ചിരുന്നുകൊണ്ട്. പിന്നെ ദൈവത്തെ കാണാൻ ചട്ടമ്പിസ്വാമി, വിവേകാനന്ദൻ, രാമകൃഷ്ണ പരമഹംസനെ എന്നെ തൊട്ടിട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ പോലെ പിണറായിയെ തൊട്ടിട്ട് നോക്കിയാൽ വോട്ട് പോയിരിക്കും. അതുകൊണ്ട് പിണറായിയുടെ മുഖത്ത് പോലും നോക്കാതെ, പിണറായിയുടെ ശബ്ദം പോലും തന്നെയുടെ ചെവിയിലേക്ക് വരാൻ സമ്മതിക്കാതെ, മണം പോലും വരാൻ മൂക്കും പൊത്തിപ്പിടിച്ച് പിണറായിയെ കൈകാര്യം ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു തരത്തിൽ പിണറായി വിജയൻ എന്ന ഈ CPMൻ്റെ ചോദ്യം ചെയ്യാനാവാത്ത ആ നേതാവിനെ ഇവർ മെല്ലെ 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 പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളുകയാണോ എന്നുള്ളതാണോ? ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിരിക്കുന്നു. പിണറായിയുടെ പറയാതെ പറയുകയാണ്, നിങ്ങളെ കൊണ്ടുള്ള, തന്നെ കൊണ്ടുള്ള എന്നാണ് അവർ മനസ്സിൽ പറയുന്നത്. പക്ഷേ നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പാർട്ടിക്ക് നിങ്ങളെ കൊണ്ടൊന്നും നേടാനില്ല. ഉള്ള നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടം മുഴുവൻ നിങ്ങൾ കൊണ്ടുപോയി. ഇനി പാർട്ടിക്ക് കുറേ പഴയ കേസുകളും അഴിമതി കേസുകളും മാത്രം പാർട്ടി പ്രവർത്തകരുടെ തലയിൽ വെച്ചിട്ട് നിങ്ങൾ മുങ്ങുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനിയും ഈ പാർട്ടി ഇതുപോലെ പിണറായി വിജയന് ചുറ്റും ഒരു എന്താണ് സൗരയൂഥം, സൂര്യന് ചുറ്റും ഒരു സൗരയൂഥം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് പോലെ ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന ഓർബിറ്റിന് ചുറ്റും ഇനി കറങ്ങാൻ ഞങ്ങളില്ല എന്നുള്ളൊരു വ്യക്തമായ സൂചന തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നതെന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും വ്യക്തമായ സൂചന കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അനുരണനങ്ങൾ ഇപ്പുറത്ത് പ്രതിപക്ഷത്തുണ്ടാകുന്നുണ്ട്. TP രമ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിച്ചാലും, അത് UDF ജയിച്ചാലും LDF ജയിച്ചാലും CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും CPMൽ നിന്ന് സമാനമായി ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവർ പുറത്തു പോയിരിക്കുന്നു. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPMൽ കാര്യമായ ചില
വ്യത്യാസങ്ങളുണ്ടാകും. ഒരുപക്ഷെ അത് പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്കോ എന്നൊക്കെ വേണമെങ്കിൽ കൊഴിഞ്ഞുപോക്ക് എല്ലാ കാലത്തും സംഭവിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായാലും CPM അല്ലെങ്കിൽ നക്സലൈറ്റുകൾ പോയ കാലം അതുപോലെ തന്നെ ആശയപരമായും സംഘടനാപരമായുമുള്ള കൊഴിഞ്ഞുപോക്ക്, ഇതിൽ അതൃപ്തിയുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക്. അതായത് ഘടനാപരമായി CPM വലിയ മാറ്റം സംഭവിക്കും. അതായത് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് നമ്മൾ കാണുന്ന CPM ഇടതുപക്ഷവും ആയിരിക്കില്ല. വീണ്ടും CPM പുനരുജ്ജീവനം ഉണ്ടെങ്കിൽ അങ്ങനെ അന്നത്തെ കാലത്ത്. എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പിണറായി വിജയന്റെ വലങ്കൈ എന്നൊക്കെ വിശേഷിപ്പിക്കാമായിരുന്ന, പ്രത്യേകിച്ച് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ മന്ത്രി കൂടിയായ കളമശ്ശേരി മണ്ഡലം, കളമശ്ശേരിയാണ് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ പരശതം കമ്പനികൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഒരു MLA കൂടിയായ, ഇവിടുത്തെ മന്ത്രിയായ, വ്യവസായ വകുപ്പ് മന്ത്രിയായ P. രാജീവ് പിണറായി വിജയനായിരിക്കില്ല അടുത്ത മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയാൽ എന്നുള്ള സൂചന വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇത്തരം ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ തീർച്ചയായും CPM-നകത്ത് ഉരുത്തിരിഞ്ഞിട്ടുള്ള പുതിയ അച്യുതണ്ടിൻ്റെ ചില രൂപം അല്ലെങ്കിൽ ഭാവങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും ഇത് വ്യക്തിപരമായി രാജീവ് മാത്രം എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് വ്യക്തമാക്കിയ പോലെ CPM പുതിയൊരു ഘടനയിലായിരിക്കും നമ്മൾ കാണുക. അതെന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.